മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഏപ്രിൽ 2 വ്യാഴം. സ്വന്തം ഇച്ഛയനുസരിച്ച് ഏത് മതവും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടന അംഗീകരിച്ച രാജ്യത്താണ് ഈ വിചിത്ര വ്യവസ്ഥകൾ ഒന്നൊന്നായി BJP സംസ്ഥാനങ്ങൾ പാസാക്കുന്നതെന്ന വസ്തുത തുറന്നു കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. അജണ്ട നടപ്പാക്കാൻ നിയമനിർമ്മാണ തിരക്കിൽ BJP. ഭാരതീയ ജനതാ പാർട്ടി ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നതിനായി രാജ്യത്തെ വ്യവസ്ഥകളും നിയമചട്ടക്കൂടുകളും ആവുന്നിടത്തോളം ഉടച്ചു വാർക്കുന്ന തിരക്കിലാണ്. ഇതിൽ പലതും നടക്കുന്നത് പാർലമെന്റിലാണെങ്കിൽ അവിടെ എളുപ്പമല്ലാത്തവ സംസ്ഥാന നിയമസഭകളിലൂടെ കടത്തിക്കൊണ്ടുവരികയാണ്. ന്യൂനപക്ഷങ്ങളുടെ വ്യക്തി നിയമങ്ങൾ ഇല്ലാതാക്കി അവരുടെ സ്വത്വം നിലനിർത്തുന്ന സംവിധാനങ്ങൾ തകർക്കുന്നതിന് ഏകീകൃത സിവിൽ കോഡ് രാജ്യമൊട്ടാകെ നടപ്പാക്കുകയാണ് ഒരു പദ്ധതി. രാജ്യം അത് നടപ്പാക്കുന്നതിന് മുൻപേ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നൊന്നായി ഏക സിവിൽ കോഡ് പാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോവയിൽ സ്വാതന്ത്ര്യപൂർവ്വ ഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന സിവിൽ കോഡിന് പുറമെ ഉത്തരാഖണ്ഡിൽ 2025 ജനുവരിയിൽ നിയമം നടപ്പാക്കി. കഴിഞ്ഞ മാസം ഗുജറാത്ത് നിയമസഭയും ഏകീകൃത വ്യക്തി നിയമം പാസാക്കി ചട്ടങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. അസം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങൾ ഇതിനായി സമിതി രൂപവൽക്കരിച്ച് നടപടികൾക്കൊരുങ്ങുന്നു. സംസ്ഥാനങ്ങളെല്ലാം വെവ്വേറെ നിയമങ്ങൾ പാസാക്കിയാൽ അതെങ്ങനെ ഏകീകൃത വ്യക്തി നിയമമാവും എന്ന ചോദ്യം ഉയരുമെങ്കിലും സംഘപരിവാറിന്റെ മുഖ്യ ലക്ഷ്യം മുസ്ലിം, ക്രൈസ്തവ സമുദായങ്ങൾക്ക് അവരുടെ മതാധ്യാപനങ്ങൾക്കും സംസ്കാരത്തിനും അനുസൃതമായ വ്യക്തി നിയമ സംഹിത അനുവദിക്കരുത് എന്നതാണ്. ന്യൂനപക്ഷ മത, വിദ്യാഭ്യാസ, സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും മറ്റ് ജീവകാരുണ്യ, മനുഷ്യാവകാശ സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് മറ്റൊരു അജണ്ട. വിദേശ സംഭാവനകൾക്ക് പരമാവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണിപ്പോൾ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ FCRA ഭേദഗതികൾ വരുത്തുന്ന ബിൽ പാർലമെന്റിൽ പാസാക്കാനുള്ള നീക്കങ്ങൾ. മാർച്ച് 25-ന് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചെങ്കിലും ഇന്നലെ ബുധനാഴ്ച ചർച്ചയ്ക്കെടുക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കാരണം മാറ്റിവെച്ചിരിക്കുന്നു. ഇത് ചിലപ്പോൾ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണുവെച്ചുമാവാം. ബില്ലിനെതിരെ വിവിധ ക്രൈസ്തവ സഭകൾ ഉയർത്തിയ പ്രതിഷേധങ്ങൾക്ക് ചെവി കൊടുത്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഉദ്യമം. ബില്ലിലെ വകുപ്പുകൾ ലംഘിക്കുകയോ രജിസ്ട്രേഷൻ, പുതുക്കൽ, കണക്കുകൾ അവതരിപ്പിക്കൽ എന്നിവയിൽ താമസം വരികയോ അവ ബന്ധപ്പെട്ട അധികാരിക്ക് സ്വീകാര്യമാവാതിരിക്കുകയോ ചെയ്താൽ പ്രസ്തുത സ്ഥാപനത്തിന്റെ സംഘടനയുടെ ആസ്തികൾ സർക്കാരിലേക്കോ അധികാരികൾ തീരുമാനിക്കുന്ന മറ്റു കേന്ദ്രങ്ങൾക്കോ കൈമാറുമെന്നതാണ് ബില്ലിലെ ഗുരുതരമായ ഒരു വ്യവസ്ഥ. ഏത് സംഘടനയുടെയും മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഡെമോക്ലസിന്റെ വാളാവും ഇത്. ഒരു സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ, പുതുക്കൽ തള്ളിയാൽ ഫലത്തിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിലയ്ക്കും, ആസ്തികൾ നഷ്ടപ്പെടും. എന്തെങ്കിലും നിയമലംഘനങ്ങളുടെ പേരിലുള്ള നടപടിയും അതേപോലെ ഏകപക്ഷീയമായിരിക്കും. എക്സിക്യൂട്ടീവ് നിയമിക്കുന്ന ഇത്തരം അധികാര കേന്ദ്രങ്ങൾ ഒരിക്കലും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇംഗിതമനുസരിച്ചല്ലാതെ പ്രവർത്തിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഏത് കുറ്റാരോപണവും സംഭാവന സ്വീകർത്താവിന് മേൽ ആരോപിച്ചാൽ അമിത അധികാര പ്രയോഗത്തിലൂടെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. BJPയുടെ പതിവ് പോലെ ഈ വിവാദ ബില്ലും ചർച്ചയ്ക്ക് മതിയായ സമയം അനുവദിക്കാതെ പാസാക്കാനുള്ള ശ്രമമാണ് ഭരണകക്ഷി നടത്തിയത്. ബില്ലിൽ ഉടനീളം 2010-ലെ വിദേശ നാണയ നിയന്ത്രണ ബില്ലിലെ വകുപ്പുകളിലേക്ക് സൂചനകളും അവയിൽ വരുത്തിയ ഭേദഗതികളുമാണ്. ഇവ രണ്ടും മുന്നിൽ വെച്ച് വായിക്കാൻ തന്നെ ഏതാനും ദിവസങ്ങൾ വേണ്ടിവരും. അതാണ് മണിക്കൂറുകൾക്കകം നാമമാത്ര ചർച്ചകൾക്ക് ശേഷം പാസാക്കാൻ കേന്ദ്ര സർക്കാർ ദൃഷ്ടരായത്. BJP അജണ്ട നടപ്പാക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണം മതപരിവർത്തന നിരോധന നിയമങ്ങളാണ്. ഇതിനകം 12 സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലായി നിയമനിർമ്മാണം. ഏറ്റവും അവസാനം നിയമമുണ്ടാക്കിയത് മഹാരാഷ്ട്രയും ഛത്തീസ്ഗഡുമാണ്. ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിക്കുകയാണെന്ന ഹിന്ദുത്വ വക്താക്കളുടെ നിരന്തര ആരോപണമാണ് ഇത്തരം നിയമനിർമ്മാണത്തിന് പശ്ചാത്തലമൊരുക്കുന്നത്. എന്നാൽ ഇത് സ്വമേധയാ ഉള്ള അന്യമതാശ്ലേഷങ്ങളെ തടയുന്നില്ല എന്ന കപടവാദവും നിരത്തും BJP. ഈ നിയമങ്ങളുടെ എല്ലാം ഒരു പൊതു സ്വഭാവം ആർക്കും അപരനെതിരെ നിയമലംഘന പരാതി നൽകാനും അതനുസരിച്ച് ഉടൻ നടപടികൾ എടുക്കാനും കഴിയുമെന്നതാണ്. സ്വന്തം ഇച്ഛയനുസരിച്ച് ഏത് മതവും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടന അംഗീകരിച്ച രാജ്യത്താണ് ഈ വിചിത്ര വ്യവസ്ഥകൾ ഒന്നൊന്നായി BJP പാസാക്കുന്നത്. നേരത്തെ പാസാക്കിയ സംസ്ഥാന നിയമങ്ങൾക്കെതിരായ ഹർജികൾ സുപ്രീം കോടതിയിൽ പരിഗണന കാത്ത് കഴിയുന്നുമുണ്ട്. അതിനിടയിൽ നിയമം നിലനിൽക്കുന്ന, നിയമവാഴ്ച അത്ര ശക്തമായി നിലനിൽക്കാത്ത BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ നിയമം കയ്യിലെടുത്ത് അന്യമതം സ്വീകരിച്ചവർക്ക് നേരെ ആക്രമണം നടത്തുന്ന കാഴ്ച സാധാരണമാണ്. സുപ്രീം കോടതി ഇത്തരം ഹർജികൾ പരമാവധി വേഗത്തിൽ പരിഗണനയ്ക്കെടുക്കുകയും ഭരണഘടനയുടെ അന്തസത്ത പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് അടിയന്തരമായി വേണ്ടത്. മതപരിവർത്തന വിഷയങ്ങളിൽ എന്ന പോലെ മറ്റു വിഷയങ്ങളിലും അത്തരം ജാഗ്രതയാണ് പൗരർ നീതിപീഠത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. മാധ്യമം പോഡ്കാസ്റ്റ്.